Hi friends, welcome to Nisha's Home Cooking. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡും മുട്ടയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു സബോള കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ കുഞ്ഞു സബോളയാണ്, തീരെ ചെറിയ സബോള എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പകുതി തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയുണ്ട്. ഇതെല്ലാം നമുക്കൊരു ബൗളിലോട്ട് ഇടാം. ഒരു ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെടുത്തിട്ടുണ്ടായിരുന്നു, അതിനകത്തോട്ട് മുട്ട ഇട്ടിട്ടുണ്ട്. നമുക്ക് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് പാലൊഴിക്കുവാണ്. ഒരു 2-3 ടേബിൾ സ്പൂൺ പാല്. കുറച്ച് ഓയിൽ, ഒരു ടീസ്പൂൺ. അപ്പോൾ ഞാൻ 3 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഒരു ബ്രെഡ് ഇങ്ങനെ തന്നെ വെച്ച് പിന്നെ 2ആയിട്ട് പീസ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ചീനിച്ചട്ടിയുടെ സൈസ് അനുസരിച്ചാണ് അങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ബട്ടർ ഇടാം. അപ്പോൾ നമ്മുടെ ഈ മിക്സിലോട്ട് ഈ ബ്രെഡിനെ ഞാൻ മുക്കിയിട്ട് വെക്കുവാണ്. നമുക്ക് ഈ ബാക്കിയുള്ളത് ഇട്ട് പുറത്തുകൂടി ഇങ്ങനെ ഒഴിക്കുവാണ്. ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ പുറകെ നോക്കുമ്പോഴത്തേക്ക് ഇതൊരു വിട്ട് വരുന്ന രീതിയിലായിട്ട് പിന്നെ തിരിച്ചിടാനായിട്ട് സേഫായിട്ട് എടുക്കാനായിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റിലോട്ട് എടുക്കുവാണിത്. ഒരു 2 മിനിറ്റ്സ് കൂടെ നമുക്ക് വെക്കാം. ഇപ്പോൾ മറ്റേ സൈഡൊന്നും തിരിച്ചിട്ടിട്ട് ഇനി താഴെ ഒന്നും കൂടി നമുക്ക് ഇടണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചീസും കുറച്ച് സോസേജും കൂടി ഇതിൻ്റെ പുറത്ത് വെക്കാമെന്ന് വെച്ചു. ഓപ്ഷണലാണ്.
അപ്പം ചീസ് ഞാൻ കുറച്ച് സോസേജ് ഞാനിങ്ങനെ ഒരു 3 സോസേജ് എടുത്തിട്ട് അതിനകത്ത് വെച്ച് കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇപ്പം തന്നെ കണ്ടീഷനാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിത് വെക്കുവാണ് ഇതിനകത്തോട്ട്. രണ്ടെണ്ണം മതിയായിരുന്നു തോന്നുന്നു, തികഞ്ഞു അത്ര ഉണ്ടായിരുന്നു മതിയായിരുന്നു. ഞാൻ ഇത്രയും 3 എനിക്കിപ്പോൾ ഇത്രയും മിച്ചമുണ്ട്. പിന്നെ കുറച്ച് ഒരു ടീസ്പൂണോ കുറച്ച് ചീസ്, പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ചീസ് ഉണ്ടെങ്കിൽ ഇഷ്ടമായിരിക്കുമല്ലോ. നമുക്ക് ഇച്ചിരി ചീസും കൂടി ഇടാം. അപ്പോൾ ചീസ് മെൽറ്റ് ആകുന്നവരെ ഒന്നും കൂടി നമുക്ക് അടച്ചു വെക്കാം. എല്ലാം ചെറു തീയിലാണ് കേട്ടോ, നമുക്ക് തീ കൂട്ടുന്ന പരിപാടിയില്ല, ചെറിയ തീയിലാണ് വെക്കുന്നത്. അപ്പം നീ അടച്ചു വെച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ 2 മിനിറ്റായി. അപ്പോൾ നിങ്ങൾ താഴെ നിന്ന് ആവി വന്ന് പുറത്ത് വെള്ളം വരുവാണെങ്കിൽ, ഇവാപ്പറേറ്റ് ചെയ്ത് വാട്ടർ വരുവാണെങ്കിൽ നമുക്കത് തുടച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ തുറക്കുവാണ്. താഴെയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ചീസ് മെൽറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിനി ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി, അതുപോലെ തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ബ്രെഡ് ഓംലെറ്റ് ആണ് വന്നിരിക്കുന്നത്. ബ്രെഡും അതുപോലെ തന്നെ മുട്ടയും, ഒരു വെറൈറ്റി ആയിട്ടൊരു ബ്രെഡ് ഓംലെറ്റ് ഒറ്റ നമ്മൾ സിംഗിൾ പാനിലായിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.